ശബരിമലയുമായി ബന്ധപ്പെട്ട സമീപകാലത്തെ ഏറ്റവും ഞെട്ടിക്കുന്ന സംഭവ വികാസങ്ങളിൽ ഒന്നാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസ്. ഈ കേസിലെ ഒന്നാം പ്രതിയായി ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന വ്യക്തിയുടെ ജീവിതവും ഇടപാടുകളും സംശയത്തിന്റെ നിഴലിലായതോടെ കേരളത്തിനകത്തും പുറത്തും വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. തിരുവനന്തപുരം സ്വദേശിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി വെറും ഒരു ശാന്തിക്കാരനിൽ നിന്നും കോടികളുടെ ഇടപാടുകളുള്ള വ്യക്തിയെ വളർന്നതിന്റെ പിന്നാമ്പുറ രഹസ്യങ്ങളിലേക്കാണ് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ വെളിച്ചം വീശുന്നത്. അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യയുടെ ദുരൂഹ മരണം, സാമ്പത്തിക ഇടപാടുകൾ, ശബരിമലയിലെ സ്വാധീനം, ഗോഡ്ഫാദർ ചർച്ചകൾ തുടങ്ങിയ നിരവധി വിഷയങ്ങൾ ഈ കേസിനെ കൂടുതൽ സങ്കീർണമാക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട ദുരൂഹതകളിൽ ഒന്ന് അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യയുടെ അസ്വാഭാവികമായ മരണമാണ്. ഈ മരണം നടക്കുന്നത് വർഷങ്ങളോളം അദ്ദേഹം സ്വന്തം നാട് പോലെ കണ്ടിരുന്ന ബംഗളൂരിലെ ശ്രീരാംപുരയിലായിരുന്ന കാലത്താണ്. റിപ്പോർട്ടുകൾ അനുസരിച്ച് എല്ലാവരോടും ശാന്തമായും സരസമായുമാണ് പോറ്റി സംസാരിച്ചിരുന്നത്. എന്നാൽ ഈ സൗമ്യതയ്ക്ക് പിന്നിൽ ഒളിപ്പിച്ച ജീവിത രഹസ്യങ്ങളിലേക്കാണ് ഇപ്പോൾ അന്വേഷണ സംഘം ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ആദ്യ ഭാര്യയുടെ അസ്വാഭാവിക മരണത്തെ തുടർന്നാണ് പോറ്റി ശ്രീരാംപുരയിൽ താമസിച്ചിരുന്ന വീടിന് എതിർവശത്തുള്ള കോത്താരി മാൻഷൻ അപ്പാർട്ട്മെന്റിലെ ഫ്ളാറ്റിലേക്ക് 2004-ൽ താമസം മാറ്റിയത്. ഈ മരണത്തെ തുടർന്നുണ്ടായ വിവാദങ്ങളാണ് ശ്രീരാംപുര ക്ഷേത്രത്തിലെ ജോലി നഷ്ടപ്പെടാൻ കാരണമായതെന്നും സൂചനയുണ്ട്. ഈ ദുരൂഹ മരണം വീണ്ടും അന്വേഷണ പരിധിയിൽ വരുന്നത് പോറ്റിയുടെ നിലവിലെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധമുണ്ടോ എന്നതടക്കമുള്ള സംശയങ്ങളും ബലപ്പെടുത്തുന്നു. പ്രത്യേക അന്വേഷണ സംഘം ഈ വിഷയത്തിൽ പരിശോധനകൾ തുടരുമെന്നാണ് റിപ്പോർട്ട്. ഈ ദുരൂഹതയുടെ ചുരുളഴിയുന്നത് പോറ്റിയുടെ ഭൂതകാലത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരാനും സഹായകമായേക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജീവിതത്തിലെ വഴിത്തിരിവായത് ശബരിമലയുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധമാണ്. 2007 മുതൽ അദ്ദേഹം ശബരിമലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. ആലപ്പുഴയിലെ ഒരു കീഴ്ശാന്തിയുടെ സഹായിയായാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി 2007-ൽ ശബരിമലയിൽ എത്തിയത്. എന്നാൽ ഈ സ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെ അദ്ദേഹം വൻ സ്വാധീന ശക്തിയായി വളർന്നു വന്നു. ശബരിമലയിൽ കീഴ്ശാന്തിയുടെ പരികർമ്മിയായതിന്റെ മേൽവിലാസം പോറ്റി തന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഗുണകരമാക്കി മാറ്റുകയായിരുന്നു. ഈ വളർച്ചയ്ക്ക് പിന്നിൽ ആരാണെന്ന ചോദ്യം പല തലങ്ങളിലും ചർച്ചയായി. ശബരിമലയിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഗോഡ്ഫാദർ ആരാണെന്നതായിരുന്നു പ്രധാന ചർച്ചാ വിഷയം. ഈ പശ്ചാത്തലത്തിലാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ നിർണായകമായ ഒരു ആരോപണം ഉന്നയിക്കുന്നത്. 2007-ന് മുമ്പ് ബംഗളൂരു ജാലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിലെ തന്ത്രി ആരാണെന്ന് അന്വേഷിക്കണമെന്നും തന്ത്രിയെ ഉന്നം വെച്ചുമാണ് അദ്ദേഹം വിമർശിച്ചത്. പത്മകുമാറിന്റെ ഈ വിരൽ ചൂണ്ടൽ ഒരു പ്രത്യേക ദിശയിലേക്ക് അന്വേഷണത്തെ നയിച്ചു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് തന്ത്രിയെക്കുറിച്ച് വ്യക്തത വരുന്നത്. ജാലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിലെ തന്ത്രി കണ്ഠർ രാജീവരാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. ജാലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിന്റെ വെബ്സൈറ്റിലും രാജീവറാണ് തന്ത്രി എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2007-ലും രാജീവർ തന്നെയായിരുന്നു തന്ത്രി എന്നാണ് ലഭ്യമായ വിവരം. അതായത് രാജീവർ എന്ന തന്ത്രിക്കെതിരായ പത്മകുമാർ ആരോപണം ഉന്നയിക്കുന്നതെന്ന സൂചനയും ശക്തമാണ്. ജാലഹള്ളിയിലെ മുൻ ശാക്തികാരനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നതും ശ്രദ്ധേയമാണ്. എന്നാൽ ഈ തന്ത്രി വഴിയാണ് പോറ്റി ശബരിമലയിൽ എത്തിയതെങ്കിലും അതിനുമേലെ പോറ്റി വളർന്നു. നിലവിൽ തട്ടിപ്പുകളിൽ തന്ത്രിക്ക് പങ്കില്ലെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. ഈ ഗോഡ്ഫാദർ ചർച്ചകൾ പോറ്റിയുടെ സ്വാധീന വലയം എത്രത്തോളം ഉണ്ടെന്നായിരുന്നു വ്യക്തമാക്കുന്നത്. പോറ്റിയുടെ ജീവിതത്തിലെ ഏറ്റവും ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നത് അദ്ദേഹത്തിന്റെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള അന്വേഷണത്തിലാണ്. ശബരിമലയിലെ തന്റെ പദവിയുടെ മറവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ബംഗളൂരിലെ കോടികളുടെ ഭൂമി ഇടപാട് നടത്തിയതായി പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി. ഈ വിവരങ്ങൾ ശ്രീരാംപുരം നിവാസികളെ പോലും ഞെട്ടിച്ചിരിക്കുകയാണ്. ബംഗളൂരിലെ ഫ്ളാറ്റുകളും ഭൂമിയും വാങ്ങിക്കൂട്ടിയതിന്റെ നിരവധി രേഖകൾ SIT പിടിച്ചെടുത്തു. സ്വന്തം പേരിലും ബിസിനസ് പങ്കാളിയായ രമേശ് റാവുവിന്റെയും അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരിലും പോറ്റി ഭൂമിയും കെട്ടിടവും വാങ്ങിയതായി കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ വൻകിട പലിശ ഇടപാടുകൾ അദ്ദേഹം നടത്തിയിരുന്നു. എന്നാൽ ഈ വൻകിട ഇടപാടുകൾ നടത്തുമ്പോഴും പരിചയക്കാരിൽ നിന്നും ചെറുതുകകൾ കടം വാങ്ങുന്ന ഒരു പ്രകൃതക്കാരനായിരുന്നു പോറ്റി എന്നത് അദ്ദേഹത്തിന്റെ ഇരട്ട വ്യക്തിത്വത്തെ സൂചിപ്പിക്കുന്നു. ബംഗളൂരിന് പുറമെ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനത്തിലും SIT പരിശോധന നടത്തി. ശബരിമലയുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാന സംഭവത്തിലും ഈ സ്ഥാപനത്തിന് പങ്കാളിത്തമുണ്ട്. രണ്ടാം ശബരിമല എന്നറിയപ്പെടുന്ന ജാലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിലെ ശ്രീകോവിലിന്റെ വാതിലിൽ സ്വർണം പൂശിയതും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസ് ആയിരുന്നു. 2019 മാർച്ചിൽ ശബരിമല ശ്രീകോവിലിന്റെ വാതിലിൽ സ്വർണം പൂശി സമർപ്പിച്ച ശേഷമായിരുന്നു ജാലഹള്ളിയിൽ ഈ പണി നടന്നത്. ഈ സ്ഥാപനം വഴിയാണ് സ്വർണ്ണപ്പാളികളിലെ സ്വർണം വേർതിരിച്ചതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഈ സ്ഥാപനവുമായുള്ള പോറ്റിയുടെ ബന്ധം അദ്ദേഹത്തിന്റെ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ വെളിച്ചം വീശുന്നു. നിരവധി നിക്ഷേപങ്ങളും പോറ്റി നടത്തിയതായും SIT കണ്ടെത്തിയിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പിടിയിലാകുന്നത്. ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നും കവർന്നതെന്ന് കരുതുന്ന സ്വർണം അന്വേഷണ സംഘം പിടിച്ചെടുത്തത് കേസിൽ നിർണായകമായി. കർണാടകയിലെ ബെല്ലാരിയിലുള്ള ഒരു ജ്വല്ലറിയിൽ നിന്നാണ് 400 ഗ്രാം സ്വർണം പ്രത്യേക അന്വേഷണ സംഘം കണ്ടെടുത്തത്. അവിടുത്തെ ജ്വല്ലറി ഉടമയായ ഗോവർദ്ധന സ്വർണം വിറ്റെന്ന പോറ്റിയുടെ മൊഴിയെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് 400 ഗ്രാം സ്വർണ്ണക്കട്ടികൾ കണ്ടെത്തിയത്.
കൂടാതെ ഇയാളുടെ ബംഗളൂരിലെ ഫ്ളാറ്റിൽ നിന്നും 176 ഗ്രാം സ്വർണ്ണാഭരണങ്ങളും വസ്തുവകകളും രേഖകളും SIT പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ കണ്ടെത്തിയ സ്വർണവും രേഖകളും പോറ്റി നടത്തിയ സാമ്പത്തിക ക്രമക്കേടുകൾക്കും സ്വർണ്ണക്കൊള്ളയ്ക്കും കൃത്യമായ തെളിവുകളാകുമെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജീവിതം ഒരു സാധാരണ കീഴ്ശാന്തിയുടെ പരികർമ്മിയിൽ നിന്നും കോടീശ്വരനിലേക്കുള്ള ഞെട്ടിക്കുന്ന യാത്രയുടെ നേർചിത്രമാണ്. അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യയുടെ ദുരൂഹ മരണം, ശബരിമലയിലെ സ്വാധീനം, ജാലഹള്ളി ക്ഷേത്രവുമായുള്ള ബന്ധം, വൻകിട സാമ്പത്തിക ഇടപാടുകൾ എന്നിവയെല്ലാം ഈ കേസിനെ കൂടുതൽ സങ്കീർണമാക്കുന്നു. പോറ്റിയുടെ പിന്നിലെ ഗോഡ് ഫാദർ ആരാണെന്ന ചർച്ചകൾ കേസിന്റെ രാഷ്ട്രീയ സാമൂഹിക മാനം വർദ്ധിപ്പിക്കുന്നു. തന്ത്രി കണ്ഠരര് രാജീവരന് നേർക്കുള്ള സൂചനകൾ ശക്തമാണെങ്കിലും തട്ടിപ്പിൽ അദ്ദേഹത്തിന് പങ്കില്ലെന്ന അന്വേഷണ സംഘത്തിന്റെ നിലപാട് കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. ബംഗളൂരുവിലും ചെന്നൈയിലുമായി പോറ്റി നടത്തിയ കോടികളുടെ ഇടപാടുകൾ, പ്രത്യേകിച്ച് സ്മാർട്ട് ക്രിയേഷൻസ് പോലുള്ള സ്ഥാപനങ്ങളുമായുള്ള ബന്ധം അദ്ദേഹത്തിന്റെ സാമ്പത്തിക കുറ്റകൃത്യങ്ങളുടെ വ്യാപ്തി വെളിപ്പെടുത്തുന്നു. SIT പിടിച്ചെടുത്ത സ്വർണവും വസ്തുവകകളുടെ രേഖകളും കേസിൽ നിർണായക വഴിത്തിരിവായി മാറും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ദുരൂഹമായ വളർച്ചയ്ക്ക് പിന്നിലെ എല്ലാ രഹസ്യങ്ങളും പുറത്തു വരുമ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട പല പ്രമുഖർക്കും ഈ കേസിൽ പങ്കുണ്ടോ എന്ന ചോദ്യവും പ്രസക്തമാകുന്നു. പ്രത്യേക അന്വേഷണ സംഘം പരിശോധനകൾ തുടരുമ്പോൾ വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങളും വെളിപ്പെടുത്തലുകളും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ കേസ് വിശ്വാസത്തിന്റെ മറവിൽ നടന്ന വൻ സാമ്പത്തിക തട്ടിപ്പിന്റെയും സ്വാധീനം ഉറപ്പിക്കലിന്റെയും ഞെട്ടിക്കുന്ന കഥയായി നിലനിൽക്കും.